കെയർ ഓഫ് പേഷ്യൻസ് COP2B കെയർ ഓഫ് പേഷ്യൻസിലെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ മൊത്തം 20 സ്റ്റാൻഡേർഡ്. അതിൽ രണ്ടാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് അച്ചീവ്മെൻ്റ് ആണ്. നമുക്ക് കോറും കമ്മിറ്റ്മെൻറ്റും മാത്രം പോരല്ലോ അല്ലേ, ഇടയ്ക്കൊക്കെ ഇച്ചിരി അച്ചീവ്മെൻ്റ് ഒക്കെ വേണം. എന്നാലല്ലേ നമ്മൾ ഈ അധ്വാനിക്കുന്നതിനൊക്കെ ഒരു സുഖമുള്ളൂ. നമ്മുടെ ആശുപത്രിയിലേക്ക് വരുന്ന പേഷ്യൻസിനെ പലപ്പോഴും നമ്മൾ വളരെ സ്നേഹത്തോടകത്ത് സ്വീകരിക്കാറുണ്ട്. അവരത്ര സ്നേഹിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. അപകടകരമായ ഒരു സാഹചര്യത്തിൽ കടന്നുപോയ മാനസികാവസ്ഥയിൽ ഉള്ള പേഷ്യൻറ്റിനെ കണ്ട ബൈസ്റ്റാൻഡേഴ്സിൻ്റെ മാനസികാവസ്ഥ പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ ചടുലമായിരിക്കും. അവരുടെ ചടുലമായ പെരുമാറ്റങ്ങളിൽ, ചോദ്യങ്ങളിൽ വ്യക്തമായ മറുപടികൾ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർ പ്രശ്നക്കാരായി പെട്ടെന്ന് തന്നെ രൂപാന്തരപ്പെടും. ഇത് നമ്മുടെ എമർജൻസി മെഡിസിനുകളിൽ പലപ്പോഴും കാണാറുള്ളതാണ്. നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് അതുകൊണ്ട് തന്നെ അത്ര അങ്ങോട്ട് സേഫ് അല്ല. കൊട്ടാരക്കരയിലെ ചരിത്രം നമുക്ക് ഓർമ്മയുള്ളതാണല്ലോ. നമ്മൾ എത്ര സ്നേഹത്തോടെ പെരുമാറിയാലും ഒരു കത്തിയുടെ മുനയിൽ നമ്മുടെ ജീവിതം ചോദ്യം ചെയ്യപ്പെടുമെന്ന അന്നത്തെ ഇൻസിഡൻറ്റിൽ ഒരു യുവ ഡോക്ടറുടെ മരണത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എമർജൻസിയിൽ പേഷ്യൻറ്റിൻ്റെ ഓവർ ക്രൗഡിങ് ഉണ്ടാവാം, പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഓവർ ക്രൗഡിങ് ഉണ്ടാകാം. അത്തരത്തിൽ ജനബാഹുല്യത്താൽ വിഷമിക്കുന്ന സമയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന്, അത്തരത്തിൽ അധികം പേരകത്തേക്ക് ഇടിച്ചു കയറി വരുന്ന സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന് നമുക്ക് കൃത്യമായ പ്ലാനുകൾ ഉണ്ടാവണം. നമുക്ക് ഒരു സ്ട്രാറ്റജി ഡെവലപ്ഡ് ആയിരിക്കണം. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. അതേത് സാഹചര്യത്തിൽ വരും എന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ അത്തരത്തിലൊരു കാര്യത്തെ എക്സ്പെക്റ്റഡ് ആയിരിക്കണം. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ എമർജൻസി മെഡിസിൻ പീഡിയാട്രിക് OPDയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന ഹോസ്പിറ്റൽ കാണുമ്പോൾ നമുക്ക് അവിടെ പൊളിച്ചു മാറ്റി എമർജൻസി മെഡിസിൻ മറ്റൊരു സൈഡിലാക്കാൻ പറയേണ്ടി വരാറുണ്ട്. കാരണം റെഗുലർ OPDയിൽ വളരെ ശാന്തമായി സമാധാനമായി ഇരിക്കുന്ന പേഷ്യൻസിൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കാൻ ഈ വയലൻ്റ് മാനസികാവസ്ഥയിൽ അവിടെ ആരും വയലൻ്റ് ആകുന്നതല്ല. അവരുടെ അന്നേരത്തെ പാനിക് സിറ്റുവേഷൻ, അവരുടെ മാനസിക സംഘർഷങ്ങൾ അവരെ അങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്നതാണ്. COP2B പ്രിവെൻഷൻ ഓഫ് പേഷ്യൻസ് ഓവർ ക്രൗഡിംഗ് ഈസ് പ്ലാൻഡ് ആൻഡ് ക്രൗഡ് മാനേജ്മെൻറ്റ് മെഷേഴ്സ് ആർ ഇംപ്ലിമെൻറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആശുപത്രി മാത്രം സംഭവിക്കുന്ന, നമ്മുടെ നാട്ടുകാരുടെ മാത്രം സ്വഭാവമൊന്നും അല്ലിത്. NABH ഓവറോൾ ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളിലും സ്റ്റാൻഡേർഡ് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് ഒരു ആഗോള പ്രതിഭാസമായിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ വീട്ടിലൊരാൾക്കൊരു പ്രശ്നം വരണം, നമ്മുടെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ. സോ COP2B നമുക്ക് തരുന്ന നിർദ്ദേശം ഇതൊരു അച്ചീവ്മെൻ്റ് ആണെങ്കിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ അത്യാവശ്യമുള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഓറഞ്ച് കളർ ഇച്ചിരി ചുമപ്പിച്ചാൽ വലിയ തെറ്റൊന്നുമില്ല, കോറാക്കിയാലും തെറ്റില്ല. സോ ഇറ്റ്സ് ആൻ അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. ഇറ്റ് സേസ് പ്രിവെൻഷൻ ഓഫ് പേഷ്യൻസ് ഓവർ ക്രൗഡിങ്. ഇറ്റ്സ് എ പ്ലാൻഡ് ആൻഡ് ക്രൗഡ് മാനേജ്മെൻറ്റ് മെഷേഴ്സ് ആർ ഇംപ്ലിമെൻറ്റഡ് എന്നതാണ്. സോ നമുക്ക് നമ്മുടെ തന്നെ ഹോസ്പിറ്റലിലെ നല്ല നാളേക്കായി ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റിനെ വ്യക്തമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാം.